വളരെ സജീവമായ ഒരു വാർത്താ ദിനമാണ് കടന്നു പോകുന്നത്. ഈ വാർത്താ പകലിൽ വന്ന മുഴുവൻ പ്രധാന വാർത്തകളിലൂടെയുമാണ് നമ്മൾ അടുത്ത ഒരു മണിക്കൂറിൽ കടന്നു പോകുന്നത്. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എസ് വിജയകുമാർ. ഞാൻ അനുജ. നമ്മൾ ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഉണ്ടാകുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. പോപ്പുലർ ഫ്രണ്ട് മിന്നൽ ഹർത്താൽ കേസിൽ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ മുൻ നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു. PFI ജനറൽ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിന്റെ കരുനാഗപ്പള്ളിയിലെ വീടും വസ്തുക്കളും ജപ്തി ചെയ്തു. വയനാട്ടിൽ 14 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. കോട്ടയത്തും തൃശൂരിലും 5 പ്രതികളുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്തു. എറണാകുളത്തും പോലീസ് സംരക്ഷണയിൽ നടപടികൾ തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് S ശ്രീകാന്തും വയനാട്ടിൽ നിന്ന് ദീപക് മലയമ്മയും കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഹൈക്കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് നാളെ ഒരു ഡെഡ് ലൈൻ ഒക്കെ വെച്ച് നടപടിയിലേക്ക് പോയിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് കളക്ടർമാർ റിപ്പോർട്ട് നൽകണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നു ഈ നടപടി? ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് ഇടപെടലിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, വിവിധ ജില്ലകളിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ ജപ്തി നടപടികൾ പുരോഗമിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ, അതായത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ സത്താറിന്റെ വീടും വസ്തുക്കളും കണ്ടുകെട്ടി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത് തന്നെ. അതിനാൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വീടും വസ്തുവുമടക്കം ജപ്തി ചെയ്തിട്ടുള്ളത്. കുന്നംകുളം താലൂക്ക് പരിധിയിലെ 5 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്തിട്ടുണ്ട്. സംസ്ഥാന നേതാക്കളായ യഹിയ കോയ തങ്ങൾ, PK ഉസ്മാൻ എന്നിവരുടെ സ്വത്തുക്കളാണ് പ്രധാനമായും കണ്ടുകെട്ടിയവയിൽ ഈ കുന്നുംകുളത്ത് ഉള്ളത്. പത്തനംതിട്ടയിൽ ആനപ്പാറ സ്വദേശി സാദിഖ്, നിസാർ എന്നിവരുടെയും കോന്നി കുമ്മണ്ണൂർ സ്വദേശി സബീറിന്റെയും സ്വത്തുക്കൾ ജപ്തി ചെയ്തിട്ടുണ്ട്. ഇവരും പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ നേതാക്കളായിരുന്നു. മാത്രമല്ല, ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇടപെടൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടി. എറണാകുളത്ത് മുഹമ്മദ് കാസിം, അബ്ദുൾ ലത്തീഫ് എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടെത്തിയത്. പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനമായിരുന്ന ആലുവയിലെ പെരിയാർ വാലിയിലും നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. പോലീസിന്റെ സഹായത്തോടെയാണ് ഇവിടെ എത്തി ഈ നോട്ടീസ് പതിപ്പിക്കുന്ന നടപടി ഉണ്ടായത്. ഇടുക്കിയിലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. 6 പേരുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. തൊടുപുഴ, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകളിലായിരുന്നു ഈ നടപടി. നേരത്തെ ഈ ഹർത്താൽ സമയത്ത് പൊതുസ്ഥലത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചതിന് UAPA ചുമത്തിയ സംഭവം പോലും ഈ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടൽ നടപടി. കോട്ടയം ജില്ലയിൽ കണ്ടുകെട്ടിയത് 5 പേരുടെ സ്വത്തുക്കളാണ്. മീനച്ചിൽ താലൂക്ക് പരിധിയിലെ ഈരാറ്റുപേട്ട വില്ലേജിൽ 3 പേരുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി താലൂക്കുകളിലായി ഓരോരുത്തരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിൽ പെടുന്നു. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടങ്ങളിലെല്ലാം നടപടി നടന്നത്. അതത് ജില്ലാ കളക്ടർമാർക്കായിരുന്നു ഈ നടപടി സ്വീകരിക്കുന്നതിനുള്ള ചുമതല. നാളെ വൈകിട്ട് 5 മണിക്കകം ഈ ജപ്തി നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതിനാലാണ് തിടുക്കപ്പെട്ട നടപടിയുണ്ടായത്. 23-ാം തീയതി വരെയാണ് ഡെഡ് ലൈൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നൽകിയിട്ടുള്ളത്. ശരി, ഇനി വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ദീപക് മലയമ്മ കൂടി പ്രൈം ടൈം ന്യൂസിലുണ്ട്. ദീപക്, 14 ഇടങ്ങളിലാണ് വയനാട് ജില്ലയിൽ നടപടി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. നടപടികളൊക്കെ പൂർത്തിയായോ? അനുജ, മാനന്തവാടി താലൂക്കിൽ 11ഇടത്ത്, വൈത്തിരി താലൂക്കിൽ 1 ബത്തേരി താലൂക്ക് 2, ഇങ്ങനെയാണ് ജില്ലയിൽ ഇന്ന് നടപടികൾ പൂർത്തിയാക്കിയ 14 കേസുകൾ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ മാനന്തവാടി PFI ശക്തി കേന്ദ്രമായി നിലനിന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നേതാക്കൾ ഉൾപ്പെടെ സംഘടിച്ചുകൊണ്ട് വലിയ മാർച്ച് ഉൾപ്പെടെ ഈ ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിലടക്കം നടത്തുകയും അതിലുൾപ്പെടെ അറസ്റ്റ് വരികയും ചെയ്തതാണ്. ആ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ബത്തേരിയിലെയും വൈത്തിരിയിലെയും നടപടികൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഇനി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. അത് കഴിഞ്ഞ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഉൾപ്പെടെ അത്തരത്തിൽ റിപ്പോർട്ട് പോവുകയും ചെയ്യും. മലബാറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട്ടിലാണ് ഇത്രയധികം ഇടങ്ങളിൽ ആദ്യഘട്ടത്തിൽ നടപടികൾ പൂർത്തിയാക്കിയത് എന്ന് പറയാൻ സാധിക്കും. മറ്റൊന്ന് മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുകയാണ്. 47 ഇടങ്ങളിലാണ് ജപ്തി നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ നേതാക്കളുടെ വീടുകൾ കണ്ടുകെട്ടുക, ഒപ്പം തന്നെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെ സർക്കാർ അധീനതയിലേക്ക് കൊണ്ടുവരുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ കാസർഗോഡ് ജില്ലയിലും നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാസർഗോഡ് നേതാക്കളുടെ സ്വത്തുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. നേതാക്കളായ നങ്ങാർത്ത് സിറാജുദ്ദീൻ, മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന CT സുലൈമാൻ തുടങ്ങി കുറേയധികം ആളുകളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഇതിനോടകം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ദീപക് മലയമ്മയും ശ്രീകാന്തുമാണ് വിവരങ്ങൾ നൽകിയത്. വിജയൻ, സെപ്റ്റംബറിലായിരുന്നു ഈ ഹർത്താൽ നടന്നത്.
പിന്നീട് അതെ 5,20,00,000 രൂപയുടെ നഷ്ടം ഈ മിന്നൽ ഹർത്താലിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും തുകയ്ക്ക് തുല്യമായ ഈ സ്ഥാവരജംഗ വസ്തുക്കൾ കണ്ടുകെട്ടുകയും അത് ലേലം ചെയ്ത് ആ പണം വസൂലാക്കുകയും ചെയ്യാനാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ നടപടി വേഗത്തിൽ പുരോഗമിക്കുകയാണ്. സർക്കാർ ഇത് വലിയ തോതിൽ ഇതിൽ കാലതാമസം വരുത്തുന്നു എന്ന് കോടതി വിമർശിച്ചിരുന്നു. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി കോടതി നിർദ്ദേശം നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ ഇത്തരം കേസുകളിലെ അസാധാരണ സാഹചര്യം കൂടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എന്തായാലും നടപടികൾ കോടതി നിർദ്ദേശപ്രകാരം പുരോഗമിക്കുകയാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി ഒരു അന്തിമ ചിത്രമുണ്ടാകും. കോടതിയിൽ തൊട്ടടുത്ത ദിവസം തന്നെ സർക്കാർ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അടുത്തതും ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്നത്തെ വാർത്താ പകലിൽ ഏറെ ചർച്ചയായതാണ് ഈ വാർത്ത. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ CBIക്ക് തിരിച്ചടി. മുൻ DGP സിബി മാത്യൂസ് അടക്കം 6 പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഒന്നാം പ്രതി വിജയൻ, രണ്ടാം പ്രതി തമ്പി S ദുർഗാദത്ത്, 11ാം പ്രതിയും മുൻ IB ഉദ്യോഗസ്ഥനുമായ PS ജയപ്രകാശ്, മുൻ DGP സിബി മാത്യൂസ്, RB ശ്രീകുമാർ, VK മേനി അടക്കമുള്ളവർക്കാണ് ജാമ്യം അനുവദിച്ചത്. ഓരോ പ്രതികളും നൽകിയ പ്രത്യേക ജാമ്യഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ 27 രാവിലെ 10-നും 11-നും ഇടയിൽ ഹാജരാകണം. അറസ്റ്റ് ചെയ്താൽ 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും സമാന തുകയ്ക്കുള്ള 2 പേരുടെ ഉറപ്പിലും വിട്ടയക്കണം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ മുൻകൂർ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം വിധി നിയമപോരാട്ടത്തിന്റെ വിജയമാണെന്നും CBIയുടെ കണ്ടെത്തൽ വിഡ്ഢിത്തമാണെന്നും ഒന്നാം പ്രതി S വിജയൻ പ്രതികരിച്ചു. നിയമപോരാട്ടം തുടരുകയല്ലാതെ വേറെ മുന്നിൽ എന്താ വഴി? ഇത് ഞങ്ങളുടെ ഒരു പോരാട്ടത്തിൻ്റെ വിജയമാണ്, വിജയത്തിൻ്റെ ആദ്യപടി എന്ന് വേണമെങ്കിൽ പറയാം. CBIയുടെ വാദങ്ങൾ തള്ളുകയല്ലാതെ എന്താണ് മറ്റു മാർഗമുള്ളത്? തികച്ചും അസംബന്ധം എന്നല്ലാതെ മറ്റെന്താണ് പറയുക? പ്രമുഖ ശാസ്ത്രജ്ഞരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണെന്നും സിബി മാത്യൂസ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നുമാണ് CBI ഹൈക്കോടതിയിൽ വാദിച്ചത്. പ്രതികൾക്ക് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നെങ്കിലും സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. വീണ്ടും വാദം കേട്ട് മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. 24 കൊച്ചി. പോലീസ് ഗുണ്ടാബന്ധം, അതിന്മേൽ നടപടി, ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ വാർത്തയിൽ കാണുന്നതാണ്. ആ നടപടി കടുപ്പിക്കാൻ DGP നിർദ്ദേശം നൽകുന്നു എന്നതാണ് ഇന്ന് വന്ന വാർത്ത. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി കറവീണ കാക്കി. പോലീസ് ഗുണ്ടാബന്ധത്തിൽ കർശന നടപടിയെടുക്കാൻ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ സൂക്ഷ്മ പരിശോധന നടത്താനും DGP ആവശ്യപ്പെട്ടു. മാഫിയ ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സ്ഥലം മാറ്റി. പോലീസ് ഗുണ്ടാബന്ധത്തിൽ തലസ്ഥാനത്ത് ആരംഭിച്ച ശുദ്ധീകരണ നടപടികൾ സംസ്ഥാന വ്യാപകമാക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം നടത്തിയ വീഡിയോ കോൺഫറൻസിൽ കളങ്കിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ DGP നിർദ്ദേശം നൽകി. ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പിരിച്ചുവിടാനുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് നിർദ്ദേശം. IG-മാർ, DIG-മാർ, കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. മുൻകാലങ്ങളിലുള്ള റിപ്പോർട്ടുകൾ പുനഃപരിശോധിച്ച് നടപടിയെടുക്കാനും DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ശേഷിച്ച 25 പോലീസുകാരെയും സ്ഥലം മാറ്റി. ഇതോടെ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ സ്വീപ്പർ ഒഴികെ എല്ലാ പോലീസുകാരും നടപടിക്ക് വിധേയരായി. ഇന്ന് രാവിലെ മുതൽ പുതിയ ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു. ചിറയൻകീഴ് SHO മുകേഷിനാണ് മംഗലപുരത്തിന്റെ അധിക ചുമതല. ചിറയൻകീഴ് SIയെ മംഗലപുരത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ CI അടക്കം 3 പേരെ സർവീസിൽ നിന്ന് ഇന്നലെ പിരിച്ചുവിട്ടിരുന്നു. ലൈംഗിക കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരും പീഡന കേസുകളിൽ വീഴ്ച വരുത്തിയവർക്കുമെതിരെയാണ് പിരിച്ചുവിടൽ നടപടിയെടുത്തത്. ഗുണ്ടാബന്ധമെന്ന പ്രാഥമിക കണ്ടെത്തലിൽ 2 DYSPമാരെയും സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരത്ത് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അതിനിടെ പാറ്റൂർ ഗുണ്ട ആക്രമണ കേസിൽ ഓംപ്രകാശ് ഉൾപ്പെടെയുള്ള ഗുണ്ട നേതാക്കൾക്കായി ചെന്നൈ, ഊട്ടി, ഡൽഹി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി ജില്ലാ ക്രൈംബ്രാഞ്ച്. കുപ്രസിദ്ധ ഗുണ്ട പുത്തൻപാലം രാജേഷും ഒളിവിലാണ്. ഗുണ്ടകളുമായും ലഹരി മണ്ണ് മാഫിയകളുമായും ബന്ധം പുലർത്തിയ പോലീസുകാർക്കെതിരെ ഒരു വശത്ത് നടപടി തുടരുമ്പോഴാണ് മറുവശത്ത് ഗുണ്ടകളെ പിടിക്കാനുള്ള നീക്കം.
പാറ്റൂരിൽ ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഒളിവിൽ തുടരുകയാണ്. ഓംപ്രകാശ് ഡൽഹിയിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. രണ്ടാം പ്രതി ആരിഫ് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥയെയും CPI നേതാവിന്റെ മകളെയും ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇയാളും ഒളിവിൽ തുടരുകയാണ്. മെഡിക്കൽ കോളേജ് പരിസരത്ത് വാൾവീശിയ കേസിൽ ഒളിവിലുള്ള പുത്തൻപാലം രാജേഷ് ചെന്നൈ വിട്ടുവെന്നും പോലീസ് സംശയിക്കുന്നു. ഗുണ്ടകളെ എത്രയും വേഗം പിടികൂടണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രതികൾക്ക് കിട്ടിയേക്കാവുന്ന നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ കണക്കിലെടുത്താണ് കീഴടങ്ങൽ സന്നദ്ധത പോലീസ് വേണ്ടെന്ന് വെക്കുന്നത്. 24 തിരുവനന്തപുരം. ഒരു ഡോക്യുമെന്ററിയെ കേന്ദ്രീകരിച്ചുള്ള വിവാദം. BBC ഡോക്യുമെന്ററിയിൽ വിവാദം കൊഴുക്കുന്നു. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയിൽ ശക്തമായ വിയോജിപ്പ് അറിയിച്ച് ഇന്ത്യ. ഡോക്യുമെന്ററിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചിത്രീകരിച്ച രീതിയോട് യോജിക്കാനാകില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും വ്യക്തമാക്കി. നിലപാട് വ്യക്തമാക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് BBCയുടെ വിശദീകരണം. 2002 ഗുജറാത്ത് കലാപം പ്രമേയമാക്കിയുള്ള ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് BBC സംപ്രേഷണം ചെയ്തത്. ഡോക്യുമെന്ററി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കുത്തിനിറച്ചതാണെന്നും കോളനിവൽക്കരണ കാലത്തെ മാനസികാവസ്ഥയിൽ നിന്നുണ്ടായതാണെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഇന്ത്യ ശക്തമായ വിയോജിപ്പ് അറിയിച്ചതിനു പിന്നാലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാക് വംശജനായ MP ഇമ്രാൻ ഹുസൈൻ വിഷയം ഉന്നയിച്ചു. തുടർന്നാണ് ഡോക്യുമെന്ററിയിലെ നിലപാടിനോട് യോജിക്കുന്നില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഉത്തരവാദിയാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് അംഗീകരിക്കുന്നില്ലെന്നും ഋഷി സുനക് പറഞ്ഞു. ഇതിനു പിന്നാലെ വിശദീകരണവുമായി BBC രംഗത്തെത്തി. ഇന്ത്യൻ സർക്കാരിന് അഭിപ്രായം പറയാൻ അവസരം നൽകിയിരുന്നുവെന്നും എന്നാൽ പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും BBC വക്താവ് പറഞ്ഞു. BJP നിലപാട് ഡോക്യുമെന്ററിയിൽ അവതരിപ്പിക്കുന്നുമുണ്ട് എന്നാണ് വിശദീകരണം. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആദ്യ ഭാഗം യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചത് പിൻവലിച്ചിരുന്നു. രണ്ടാം ഭാഗം ഈ മാസം 24-ന് സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വിജയന്, ഇതിലിപ്പോൾ ഈ BBCയുടെ വിശദീകരണത്തിനുള്ള മറുപടി കേന്ദ്രം നൽകിയിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് ഇന്ത്യക്ക് ഇതിൽ മറുപടി പറയാനൊക്കെ ഒരു അവസരം നൽകിയിരുന്നു, പക്ഷെ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം BJP നേതാക്കളുടെ അഭിപ്രായവും നൽകിയിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്താണ് കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത് എന്നത് അവർ പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയ വക്താവിൻ്റെതായി ഉണ്ടായിരുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ ഇന്ത്യയുടെ വിയോജിപ്പ് അറിയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് BBC ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകിയത്. കേന്ദ്രത്തിന് എന്തെങ്കിലും അക്കാര്യത്തിൽ പറയാനുണ്ടോ, അതോ ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാകില്ല എന്ന് തോന്നുന്നു. കാരണം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടി ആയതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഇക്കാര്യത്തിൽ നയതന്ത്ര വഴിയിലുള്ള പ്രതികരണം രാജ്യം നടത്തുക എന്നതാണ് ഡൽഹി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണ് മേൽ രാജ്യസമ്മർദ്ദം മുറുകുകയാണ്. രാജി വെക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ബ്രിജ് ഭൂഷണ് മേൽ രാജ്യസമ്മർദ്ദം മുറുകുന്നു. രാജി ആവശ്യം തള്ളി ലൈംഗികാരോപണം നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് ആരുടെയും ഔദാര്യം കൊണ്ടല്ല അധ്യക്ഷ പദവിയിലെത്തിയതെന്ന് ബ്രിജ് ഭൂഷൺ വ്യക്തമാക്കി. ഗുസ്തി താരങ്ങളുടെ ആരോപണം ചർച്ച ചെയ്യാൻ ഒളിമ്പിക് അസോസിയേഷൻ വിളിച്ച യോഗം ആരംഭിച്ചു. ഗുസ്തി താരത്തെ ബ്രിജ് ഭൂഷൺ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഈ ഒളിമ്പിക് അസോസിയേഷൻ്റെ യോഗം അത് പ്രധാനമായും ഈ വിഷയം ചർച്ച ചെയ്യാനാണ് അടിയന്തരമായി യോഗം ചേരുന്നത്. മറ്റൊന്ന്, കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ വീണ്ടും ഈ പ്രതിഷേധക്കാരുടെ പ്രതിനിധികളെ കണ്ടേക്കും, 2ാം വട്ട ചർച്ച നടക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. അതിൻ്റെ സാധ്യതയുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ആരോപണം നേരിടുന്ന ആളെ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുന്നത്? ഒരു BJP MP എന്ന പരിഗണന ഒരു രാഷ്ട്രീയ സുരക്ഷയായി ഈ ആരോപണ വിധേയൻ ഉപയോഗിക്കുന്നുണ്ടോ? വിജയകുമാർ, 2ാം വട്ട ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അനുരാഗ് സിംഗ് താക്കൂറിന്റെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ കായിക താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. 10 കായിക താരങ്ങൾ ഇതിനെ എത്തിയിരിക്കുകയാണ്. കൂടാതെ സായി ഡയറക്ടർ സന്ദീപ് പ്രധാൻ, അതോടൊപ്പം തന്നെ കായിക മന്ത്രാലയ സെക്രട്ടറിയും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, 2ാം വട്ട ചർച്ച പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ബജ്രംഗ് പൂനിയ മാധ്യമങ്ങളെ കാണുമെന്ന്, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം
ബ്രിജ് ഭൂഷൺ വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് അറിയിച്ചെങ്കിൽ പോലും ആ വാർത്താ സമ്മേളനം നടന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. രാജി ആവശ്യം തന്നെയാണ് പ്രധാനമായും കായിക താരങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല, എങ്കിൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചത്. പക്ഷേ കായിക മന്ത്രിയുടെ ഇടപെടലിൽ ഒരു പ്രതീക്ഷയുണ്ടെന്ന് കായിക താരങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ചർച്ച ഏറെ നിർണായകമാണ്. നേരത്തെ വിജുകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു BJP MP എന്നുള്ളൊരു പരിഗണന വെച്ചുകൊണ്ട് രാജി ആവശ്യം തള്ളിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആരുടെയും ഔദാര്യം കൊണ്ടല്ല താൻ ഈ പദവിയിലെത്തുന്ന ഒരു പ്രതികരണമാണ് ബ്രിജ്ഭൂഷന്റെ ഭാഗത്തും ഉണ്ടായത്. അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ ഈ സമരം ഷഹീൻ ബാഗ് സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. ഈ സമരത്തിന് പിന്നിൽ കോൺഗ്രസ് ആണ്, തന്നെ ലക്ഷ്യം വെക്കുക മാത്രമല്ല BJP കൂടി ലക്ഷ്യം വെക്കുന്ന ഒരു സമരമായിട്ടാണ് ഇത് മാറുന്നു എന്നൊരു പ്രതികരണം നടത്തിയത് വഴി BJP, അതായത് മറ്റ് കൂടുതൽ പേരെ തങ്ങൾക്കൊപ്പം നിർത്തുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബ്രിജ്ഭൂഷൺ അത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ചർച്ചയിൽ ഏറ്റവും പ്രധാനമായും ഉയരുന്ന ഒരു ആവശ്യം ബ്രിജ്ഭൂഷണെ ഈ പദവിയിൽ നിന്ന് പുറത്താക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കുക, പോലീസ് അടക്കം ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് കായിക താരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ 4 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ അത്തരമൊരു ആവശ്യങ്ങളിൽ നിന്ന് സർക്കാരിന്റെ ഭാഗത്തും അനുകൂല സമീപനം ഉണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടാം വട്ട ചർച്ചയ്ക്കും കളമൊരുങ്ങിയത്. നിലവിലിപ്പോൾ ചർച്ച തുടരുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ സമരം തുടരണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇതിൽ താരങ്ങൾക്കൊപ്പമാണോ എന്ന് ആവർത്തിക്കുന്നുണ്ട് മന്ത്രി. പക്ഷേ ഇന്ന് വെളുപ്പിനെ വരെ ചർച്ച നീണ്ടുപോയെന്ന് നമുക്കറിയാം. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ഒരു കാരണവശാലും രാജിവെച്ച് ഒഴിയില്ല എന്ന നിലപാടിൽ നിൽക്കുകയാണല്ലോ ഈ ആരോപണ വിധേയൻ. കായിക മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകാൻ സമയം കൊടുത്തിട്ടുണ്ട്. ആ വിശദീകരണം ലഭിച്ച ശേഷം കർശനമായ നടപടി ഉണ്ടാകും എന്നൊരു പ്രതികരണമാണ് ഇന്നലെ കായിക മന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായത്. അത് മാത്രമല്ല അത്തരമൊരു സൂചനകൾ ഇന്നലെ കായിക താരങ്ങൾക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കായിക താരങ്ങളുടെ ഭാഗത്തും മന്ത്രിയുടെ ഇടപെടൽ ഒരു പ്രതീക്ഷയുണ്ടെന്ന പ്രതികരണം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഈ സമരത്തിന് തുടരുമ്പോൾ തന്നെ കായിക താരങ്ങൾ വ്യക്തമാക്കിയത് സർക്കാരിന്റെ ഭാഗത്തും അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശനമായി തന്നെ ഈ സമരം മുന്നോട്ട് പോകും. കൂടുതൽ പേരുടെ പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നാണ് നിലവിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം. കായിക മന്ത്രി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ബജ്രംഗ് പൂനിയോട് ബ്രിജ് ഭൂഷണോട് രാജി ആവശ്യം എന്നൊരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയും ഏറെയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. യോഗം കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരുപക്ഷെ മണിക്കൂറുകൾ നീളാനുള്ള സാധ്യതയും ഏറെയാണ്. നിരവധി വിഷയങ്ങൾ, നിരവധി പരാതികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇന്നത്തെ തീരുമാനമാകും. അതിനുശേഷം പിന്നീട് സമരം തുടരണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ പിന്നീട് ബജ്രംഗ് പൂനിയ അടക്കമുള്ള മാധ്യമങ്ങളോട് വ്യക്തമാക്കും. എന്തായാലും സായിയുടെ ഡയറക്ടർ, അതോടൊപ്പം തന്നെ കായിക മന്ത്രാലയം സെക്രട്ടറി അടക്കമുള്ള ആളുകളും ഇന്നത്തെ യോഗത്തിൽ വന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു കർശന നടപടി ഇതിൽ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ കായിക മന്ത്രാലയം സെക്രട്ടറി അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഷഹീൻ ബാഗിലെ സമരം പോലെയാണ് ജന്തർ മന്ദിറിൽ താരങ്ങൾ നടത്തുന്ന സമരം എന്ന പരാമർശം. ഇത് BJPക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന നീക്കമാണ് എന്ന പരാമർശമൊക്കെ രാഷ്ട്രീയമായി ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഒരു സംരക്ഷണം നേടാൻ ശ്രമിക്കുന്നു. BJPയെ കൂടി ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാക്കാൻ ആരോപണ വിധേയൻ ഉദ്ദേശിക്കുന്നു എന്ന സൂചന കൂടി വരുന്നുണ്ട്. അത് ഫലം കാണുമോ അതോ ഇയാളെ തള്ളുമോ പാർട്ടി എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും രാജ്യത്തിനൊക്കെ വേണ്ടി അഭിമാനകരമായ പോരാട്ടം നടത്തിയ താരങ്ങളാണ് വന്ന് പറയുന്നത്. അപ്പോൾ അത് വെറുതെ അങ്ങ് തള്ളിക്കളയാനോ കേട്ടില്ലെന്ന് നടിക്കാനോ കായിക മന്ത്രാലയത്തിന് കഴിയില്ല. നടപടി ആ നിലയ്ക്ക് ഉണ്ടാകുമെന്ന് കരുതാം. നീട്ടിക്കൊണ്ടുപോയതുപോലും ശരിയല്ല, വഷളാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മൾ പോകുന്ന ഒരു സ്പോർട്സ് വാർത്തയിലേക്കാണ്. ഐ ലീഗുമായി ബന്ധപ്പെട്ട വാർത്ത. വിജയവഴിയിലേക്ക് തിരിച്ചെത്തി ഗോകുലം കേരള FC. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റിയൽ കശ്മീരിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ജയത്തോടെ ഗോകുലം പോയിന്റ് പട്ടികയിൽ 3-ം സ്ഥാനത്തെത്തി. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകുന്നത് കോഴിക്കോട് നിന്ന്. അർജുൻ, എത്രത്തോളം ആവേശകരമായിരുന്നു മത്സരം? അതിഗംഭീരമായി ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ ഗോകുലം കേരള FCക്ക് കഴിഞ്ഞല്ലോ അല്ലേ? വിജയകുമാർ, കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലെ ഹോം ഗ്രൗണ്ടിൽ കോഴിക്കോട്ടെ സ്റ്റേഡിയത്തിലെ ആദ്യത്തെ മത്സരമാണിത്. ഇതിൽ തന്നെ വിജയം സ്വന്തമാക്കുന്നു. മാത്രവുമല്ല കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് പകരം വീട്ടുന്നു. എന്തായാലും വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗോകുലം കേരള FC. 35-ാം മിനിറ്റിൽ താഹിർ സമാനിലൂടെയും 86-ാം മിനിറ്റിൽ ജോബി ജസ്റ്റിനിലൂടെയുമാണ് ഗോകുലം ഗോളുകൾ നേടിയത്. ഏകപക്ഷീയമായ മത്സരമായിരുന്നു. നിരവധി അവസരങ്ങൾ ഗോകുലത്തിന് ലഭിച്ചിരുന്നു. ഇവയെല്ലാം തന്നെ ഗോളാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മികച്ച
മികച്ച 2 ഗോളുകളിലൂടെ കേരളം പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ 12 മത്സരങ്ങളിൽ നിന്നായി 6 വിജയത്തോടുകൂടി 21 പോയിന്റാണ് ഗോകുലത്തിന് ഉള്ളത്. എന്തായാലും ഇനി കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ മാത്രം 4 മത്സരങ്ങൾ നടക്കാനുണ്ട്. മാത്രവുമല്ല 6 എവേ മാച്ചുകളും നടക്കാനുണ്ട്. എന്തായാലും തുടർച്ചയായ 3ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഗോകുലം ഇപ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. വിജയകുമാർ. യെസ്, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്. ഈ പത്തനംതിട്ട നഗരത്തിൽ ഒരു വലിയ തീപിടുത്തം ഇന്നുണ്ടായി. ആ വാർത്തയിലേക്കാണ്. സെൻട്രൽ ജംഗ്ഷനിലെ കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടിച്ചത്. 3 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം 2 പേർക്ക് പൊള്ളലേറ്റു. തീപിടുത്തത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള സിലിണ്ടറുകൾ ഉൾപ്പെടെ അതോടൊപ്പം ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഇത് പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഫയർഫോഴ്സ് നൽകിയിരുന്നതായി പറയുന്നുണ്ട്. അത് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിരുന്നോ? അതെല്ലാം പരിശോധിച്ച് അതാണ് ഈ അന്വേഷണം നടത്തിയാൽ മാത്രമേ എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്നുള്ളത് സംബന്ധിച്ച് പറയാൻ കഴിയുള്ളൂ. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായെങ്കിലും പ്രദേശത്തെ വൈദ്യുതി കേബിളുകൾ അടക്കം നശിച്ചിട്ടുണ്ട്. തീപിടുത്തമുണ്ടായ കടകൾക്കുള്ളിൽ പലപ്പോഴും ഗ്യാസിന്റെ രൂക്ഷഗന്ധമുണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. മിനിഞ്ഞാന്ന് ഈ കടയിൽ അപ്രോക്സിമേറ്റ് ഒരു 5:45 ഞാൻ ചിപ്സ് മേടിക്കാൻ വന്നായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അതിനകത്ത് കയറാൻ വയ്യ, അത്രയ്ക്ക് ഗ്യാസ് നാറുക. അപ്പോൾ ഞാൻ അവരോട് നോട്ടീസ് ചെയ്ത് ഞാൻ പറഞ്ഞു ഇതേപോലെ ഗ്യാസ് നല്ല നാറ്റമുണ്ട്, നിങ്ങളിത് ട്യൂബ് ഒന്ന് മാറി വെക്കണമെന്ന് പറഞ്ഞു. അതിനകത്ത് നമുക്ക് നിൽക്കാൻ വയ്യാത്ത നാറ്റമായിരുന്നു. മേ ബി അതും റീസൺ ആയിരിക്കാം. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം കുമാർ വിവരങ്ങളുമായി. ശ്യാം, ഇതിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം എന്ന നിഗമനത്തിൽ തന്നെയാണ്. ഇതിലൊരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒപ്പം രക്ഷാപ്രവർത്തനത്തിനിടെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്ന വിവരമൊക്കെയുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. പക്ഷേ അതിൽ ആളപായമില്ലാതെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ആ സമയത്തെ കൃത്യമായ ഇടപെടലാണ് ആ വലിയൊരു ദുരന്തത്തെ ആ കടകൾ കത്തുന്നതിലൂടെ മാത്രം ഒഴിവാക്കാൻ സാധിച്ചത്. ഏതായാലും നിലവിൽ 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ കണക്കുകൾ കാരണം ആ കടയുടെ അടുത്ത് നിന്ന 2 പേർക്ക് കൂടി പൊള്ളലേറ്റിട്ടുണ്ട്. അവരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആദ്യം കണ്ട പോലെ തന്നെ ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അത് വന്നത് ഏകദേശം റോഡിനപ്പുറത്ത് മറ്റൊരു കടയുടെ മുന്നിലാണ് വീണത്. ആ കുറ്റി വന്ന് തെറിച്ചാണ് ആ കടയുടെ ഉടമസ്ഥന്റെ കാലുകൾക്ക് പൊള്ളലേറ്റത്. അദ്ദേഹത്തെയാണ് ആശുപത്രിയിൽ പ്രവേശിച്ച 4ാമത്തെ ആൾ. 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു. ഏതായാലും അപകടത്തിന്റെ വിവരങ്ങൾ അന്വേഷിക്കുമെന്ന് തന്നെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തരമായി അന്വേഷിക്കാൻ ദുരന്ത നിവാരണ വിഭാഗത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഉപ്പേരിക്കടയിലാണ് അപകടം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മറ്റു കടകളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. അങ്ങനെയാണ് 3 കടകൾ പൂർണ്ണമായും കത്തി നശിച്ചത്. അതിൽ 2 കടകൾ മറ്റൊരു കട ഭാഗികമായി കത്തി നശിക്കുകയും ചെയ്തു. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയൊക്കെ മണിക്കൂറുകൾ നീണ്ട അധ്വാനമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് പത്തനംതിട്ടയെ രക്ഷിച്ചത്. കാരണം പത്തനംതിട്ടയുടെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് സെൻട്രൽ ജംഗ്ഷൻ. അവിടെയാണ് ഈ ഉച്ചസമയത്ത് വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായത്. നിലവിൽ അന്വേഷണത്തിന് പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസം തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഫയർഫോഴ്സിന്റെ അന്വേഷണമാകും ആദ്യം ഉണ്ടാകുക. അതിനുശേഷം ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ പ്രത്യേക അന്വേഷണം ഉണ്ടാകും. ഏതായാലും മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അനധികൃതമായി അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കടയിലെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ആശുപത്രിയിലുള്ളവരുടെ നിലയൊന്നും ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. പരിക്കേറ്റവരുടെ ആരോഗ്യനില ആർക്കും കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലല്ലോ അല്ലേ? ഈ ചെറിയ പൊള്ളലേറ്റു എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ലല്ലോ. ഇല്ല, മറ്റാർക്കും വലിയ പൊള്ളലുകളില്ല. അതിൽ 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യം തീ അണയ്ക്കാനായി കടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ അതിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ സിലിണ്ടർ കത്തിക്കൊണ്ടിരുന്ന സിലിണ്ടറിന്റെ ഫ്ലെയിമിൽ നിന്ന് അവർക്ക് പൊള്ളലേൽക്കുന്നത്. അവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലുണ്ട്. അതിന് തൊട്ട് മുൻപാണ് ആ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് റോഡിനപ്പുറത്തുള്ള മറ്റൊരു കടയുടെ മുന്നിൽ വന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നു. അവിടെ പുറത്തു നിന്ന കട ഉടമയ്ക്കാണ് കാലിന് പൊള്ളലേറ്റത്. അവിടെ തന്നെ ഉണ്ടായിരുന്ന പ്രായമായ ഒരാൾക്കാണ് മറ്റൊരു പൊള്ളലേറ്റത്. ഏതായാലും ഇവരുടെ ഒന്നും ആരോഗ്യനില ഗുരുതരമൊന്നുമല്ല. പക്ഷേ പൊള്ളലേറ്റതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രത്യേക പരിചരണം നൽകി ചികിത്സിക്കുന്നുമുണ്ട്.
ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ ഏറ്റവും തിരക്കുള്ള സെൻട്രൽ ജംഗ്ഷനിലാണ് ഇന്ന് ഉച്ചയ്ക്ക് അപകടമുണ്ടായത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നടത്തിയത് ഒരു വലിയ രക്ഷാപ്രവർത്തനം തന്നെയാണ്. അതായത് തീ പിടിച്ചൊരു സിലിണ്ടർ തെറിച്ചു പോകുന്ന ഒരു ദൃശ്യമുണ്ട്. ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണത്. ആ സമയത്ത് ഇപ്പോൾ ശ്യാം സൂചിപ്പിച്ചതുപോലെ വലിയ തിരക്കുള്ള സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ എന്നിട്ട് പോലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഭാഗ്യമാണ്. നാട്ടുകാരും സമയോചിതമായി ഇടപെട്ടു, അതും ഫലം കണ്ടിട്ടുണ്ട്. എന്തായാലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അത് അവസാനിച്ചു എന്നൊരു ആശ്വാസം പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ISRO ചാരക്കേസ് ഗൂഢാലോചനയിലെ മുൻകൂർ ജാമ്യ ഹർജിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് ഇപ്പോഴാണ് പുറത്തു വന്നത്. CBI സംബന്ധിച്ച് ഒട്ടും ആശ്വസിക്കാവുന്നതല്ല. വളരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ISRO ചാരക്കേസ് ഗൂഢാലോചന കേസിൽ CBI പ്രതിരോധത്തിലാക്കുകയാണ് കോടതിയുടെ ഉത്തരവ്. അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന CBI വാദത്തിന് തെളിവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ല എന്ന് കോടതി ഉത്തരവിൽ പരാമർശമുണ്ട്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിദേശ ബന്ധം എന്നുള്ളത് CBI ആരോപിച്ചിരുന്നതാണ്. പക്ഷേ അതടക്കം തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയ തിരിച്ചടിയാണ് ഈ കാര്യത്തിൽ CBI നേരിട്ടുള്ളത് എന്നത് തന്നെയല്ലേ ഉത്തരവ് കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അനുജ, ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും സിംഗിൾ ജഡ്ജ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഗൂഢാലോചന കേസ് എന്ന CBI ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്ന ആ കേസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് പുറത്തു വരുന്നത്. അതായത് പ്രതികൾക്കെതിരായ CBIയുടെ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ അത് ഹാജരാക്കാൻ ഈ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര ഗൂഢാലോചന ഈ സംഭവത്തിലുണ്ട് എന്ന് CBI പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞ അന്താരാഷ്ട്ര ഗൂഢാലോചനയ്ക്കുള്ള തെളിവ് കോടതി മുമ്പാകെ എത്തിയില്ല എന്ന് ജസ്റ്റിസ് K. ബാബുവിന്റെ വിധി പ്രസ്താവത്തിൽ പറയുന്നു. വിദേശ ശക്തികളുടെ ഇടപെടൽ തെളിയിക്കുന്ന ഒരു രേഖയും CBI തന്റെ മുൻപാകെ ഹാജരാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വായത്തമാക്കാതിരിക്കാൻ വിദേശ ശക്തികളടക്കം ഇടപെട്ടു. അതിനുവേണ്ടി അവർക്കൊപ്പം നിന്ന് ഈ പ്രതികൾ ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു CBIയുടെ കേസ് തന്നെ. പക്ഷേ അങ്ങനെ ഒരു വിദേശ ശക്തികളെ കുറിച്ചുള്ള തെളിവുകൾ തന്റെ കോടതിയിൽ എത്തിയില്ല എന്നാണ് ജസ്റ്റിസ് K. ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിക്ക് മുന്നിലെത്തിയ രേഖകൾ പ്രകാരം ഗൂഢാലോചനാവാദം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല CBIക്ക് എന്നും ജസ്റ്റിസ് K. ബാബുവിന്റെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു വെക്കുന്നു. അതായത് ഈ കേസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ആന്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ട് മാത്രമാണ് തൻ്റെ ഈ ഉത്തരവില് പരാമർശങ്ങൾ ബാധകമാവുക എന്ന് അദ്ദേഹം ഒരു വരി കൂടി എഴുതിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ജാഗ്രത ജഡ്ജിന്റെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത്, ഇത് ഈ കേസിന്റെ മെറിറ്റ്, അതായത് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഒരു ജാമ്യാപേക്ഷയിലെ ഉത്തരവാണ്. പക്ഷേ അതിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടുണ്ട്. ISRO ചാരക്കേസ് ഗൂഢാലോചന എന്ന പേരിൽ FIR രജിസ്റ്റർ ചെയ്ത കേസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ജഡ്ജ്മെന്റ്. സ്വാഭാവികമായും FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയൊക്കെ സമീപിക്കാൻ പ്രതികൾക്ക് ബലം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് അവസരം ഒരുക്കുകയോ ഒക്കെ ചെയ്യാവുന്ന തരത്തിലേക്ക് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും ഈ ഉത്തരവിലുണ്ടല്ലേ? ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലുണ്ടല്ലേ? തീർച്ചയായും വിജയകുമാർ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് ഈ ഉത്തരവിനെതിരെ CBI അപ്പീൽ പോകുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു നേരത്തെ ഉയർന്നത്. പക്ഷേ അത് നേരെ ഉൾട്ടയടിക്കുന്നു. അതായത് CBIക്ക് എതിരെ CBIയുടെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് മേൽക്കോടതിയിലേക്കടക്കം പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുന്നതാണ് നിലവിൽ വന്നിട്ടുള്ള ഈ ഉത്തരവ്. അതായത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഇൻട്രോഗേറ്റ് ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കൂ എന്നാണ് ഓരോ കാര്യങ്ങൾക്കും CBI മറുപടി പറയുന്നത്. അല്ലാതെ അവരുടെ പക്കൽ തെളിവില്ല എന്ന് സിംഗിൾ ജഡ്ജ് കൃത്യമായി തന്നെ ഈ ഉത്തരവിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ഗൂഢാലോചനാവാദം തള്ളുന്നു, വിദേശ ശക്തികളുടെ ഇടപെടൽ തള്ളുന്നു, ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പ്രതികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നു. ആ രീതിയിൽ തെളിയിക്കുന്ന തെളിവുകൾ തന്റെ പക്കലേക്ക് എത്തിയിട്ടില്ല എന്ന് ജഡ്ജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവർ സാക്ഷികളെ സ്വാധീനിക്കും അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കും എന്ന് പറയുന്ന കാര്യത്തിന് അടിസ്ഥാനമില്ല. അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും പ്രതികൾക്കെതിരെ കൊണ്ടുവരാൻ CBIക്ക് സാധിച്ചിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിൽ CBI മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങളും തള്ളിക്കൊണ്ടാണ്
ഈ ഉത്തരവ് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. പക്ഷേ അപ്പോഴും ഒരു ജാഗ്രത ജഡ്ജ് ജസ്റ്റിസ് കെ ബാബു കാണിച്ചിട്ടുണ്ട് അതിൽ. അതായത് ഏറ്റവും ഒടുവിൽ ഒരു വരി എഴുതി അവസാനിപ്പിക്കുന്നത് ഈ ആന്റിസിപ്പേറ്ററി ബെയിലിന് മാത്രം ബാധകമായ കാര്യങ്ങളാണ്, പരാമർശങ്ങളാണ് തന്റെ ഉത്തരവിൽ ഉള്ളത് എന്ന്. ശരിയാണ് ശ്രീകാന്ത്. എന്തായാലും ഇത്തരം ഉത്തരവുകളിൽ അത്തരം ഒരു പരാമർശം ജഡ്ജ് എഴുതുന്ന സ്വാഭാവികമാണ്. അതെല്ലാ ജാമ്യാപേക്ഷയുടെയും ഭാഗമായി ഈ പരാമർശം വരാറുണ്ട്. പക്ഷേ എങ്കിലും കോടതി അതിലെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അത് നിർണായകവുമാണ്. CBI സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അന്താരാഷ്ട്ര ഗൂഢാലോചനയ്ക്ക് തെളിവില്ല, വിദേശ ഇടപെടൽ സംബന്ധിച്ച് തെളിവില്ല, CBI ചൂണ്ടിക്കാട്ടിയ മറ്റ് ആരോപണങ്ങൾക്ക് FIR-ലൊക്കെ ചൂണ്ടിക്കാട്ടുന്ന മറ്റ് കാര്യങ്ങൾക്ക് തെളിവുകൾ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വ്യക്തമാക്കി. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് S. വിജയൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ നിയമ നടപടിയിലേക്ക് പോയാൽ എന്താകും എന്നുള്ളത് ശ്രദ്ധേയമാവും. കളമശ്ശേരിയിൽ പഴകിയ ഇറച്ചി പിടികൂടിയതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ഇന്നും വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. നഗരസഭയ്ക്കെതിരെ നിയമ നടപടിയുമായി ഹോട്ടൽ ഉടമകൾ. കൃത്യമായ തെളിവില്ലാതെ നഗരസഭ ആരോപണം ഉന്നയിക്കുന്നു എന്നതാണ് പരാതി. അതേസമയം പഴകിയ ഇറച്ചി പിടികൂടിയ സ്ഥാപനത്തിന്റെ ഉടമ ജുനൈസ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. കളമശ്ശേരിയിൽ 500 കിലോ പഴകിയ ഇറച്ചി പിടികൂടിയ സ്ഥാപനത്തിൽ നിന്ന് ഇറച്ചി വാങ്ങിയ ഹോട്ടലുകളുടെ പേര് കഴിഞ്ഞ ദിവസം നഗരസഭ പുറത്തുവിട്ടിരുന്നു. ഇതിനെതിരായാണ് ഹോട്ടൽ ഉടമകളുടെ നിയമ നടപടി. അസോസിയേഷന് കീഴിലെ ഹോട്ടലുകൾ സുനാമി ഇറച്ചി വാങ്ങാറില്ല എന്ന് കാണിച്ച് ഹോട്ടൽ ഉടമകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കൃത്യമായ തെളിവില്ലാതെ ഹോട്ടലുകളുടെ പേര് പുറത്തുവിട്ട കളമശ്ശേരി നഗരസഭയുടെ നടപടിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആരോപിച്ചു. ഇങ്ങനെയുള്ള അനധികൃത സ്ഥാപനങ്ങൾ നടക്കുമ്പോൾ അവയെ തടയാതിരിക്കുകയും സമൂഹത്തിൽ നിന്ന് അവർക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ മാത്രം പരിശോധന നടത്തുകയും അത് മുഴുവൻ ഇവിടുത്തെ ഹോട്ടലുകാരുടെ തലയിൽ കെട്ടിവയ്ക്കുകയും ചെയ്യുന്ന ഒരു നടപടിയെ ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്, മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഹോട്ടലുടമ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മോശമായ ഇറച്ചി വിറ്റിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലുടമയെ ശിക്ഷിക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അതിനിടെ കളമശ്ശേരിയിലെ പഴകിയ മാംസം പിടികൂടിയ കേസിലെ പ്രതി മണ്ണാർക്കാട് സ്വദേശി ജുനൈസ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. ഇയാൾ സംസ്ഥാനം വിട്ടെന്നാണ് പോലീസ് പറയുന്നത്. പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായ 67 പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഹോട്ടലിന്റെ ചീഫ് കുക്കായിരുന്ന അൻസാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ സിയാദ് ഉൽ ഹക്ക് എന്നയാളുടെ പേരിലാണ് ലൈസൻസ്. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. 24 കൊച്ചി. പഴകിയ ഇറച്ചി പിടികൂടിയ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് കോടതിയിൽ പോകുന്നതിനും അല്ലെങ്കിൽ പോലീസിനെ വെട്ടിച്ച് കേരളത്തിന് പുറത്തേക്ക് പോകാനും ഒക്കെ സമയം കിട്ടിയത് എങ്ങനെയെന്ന് നമുക്കറിയാം. 3-4 ദിവസത്തിന് ശേഷമാണ് ഒരു FIR തന്നെ ആ കേസിൽ ഉണ്ടാകുന്നത്. പിന്നീട് കേട്ടത് അതിലെ ദുർബലമായ വകുപ്പുകളാണ്. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എന്തിന് ഒളിവിൽ നിൽക്കുന്നു എന്ന ചോദ്യം പോലും പോലീസുകാർ തന്നെ ചോദിക്കുന്നുണ്ട്. എന്തായാലും കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ. മറ്റൊരു മായം ചേർക്കൽ വാർത്തയിലേക്കാണ്. മായം കലർന്നു എന്ന സംശയത്തെ തുടർന്ന് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയ പാൽ നശിപ്പിച്ചു. പാൽ കേടാകാതെ ദ്രാവക രൂപത്തിൽ തന്നെയായിരുന്നുവെന്ന് ക്ഷീരവികസന വകുപ്പ് അറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മുട്ടത്തറ പ്ലാന്റിൽ എത്തിച്ച് പാൽ നശിപ്പിച്ചത്. ഈ മാസം 11-നാണ് 15,300 ലിറ്റർ പാൽ ചെക്ക് പോസ്റ്റിൽ പിടിച്ചെടുത്തത്. പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർന്നെന്ന് ആദ്യ പരിശോധനയിൽ ക്ഷീരവികസന വകുപ്പ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ മായമില്ലെന്ന ഫലമാണ് ലഭിച്ചത്. വൈകി പരിശോധിച്ചതാണ് റിസൾട്ട് വിപരീതമാകാൻ കാരണമെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞിരുന്നു. ഇതിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചതോടെ വിവാദമാവുകയും ചെയ്തു. ഇതിപ്പോൾ മായമുണ്ടോ എന്നുള്ളതിന്റെ തെളിവായിരിക്കാം ഇത് കേടാകാതെ ഇരിക്കുന്നു എന്നുള്ളത്, അല്ലേ? അതാണ് ക്ഷീരവികസന വകുപ്പ് ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നത്. അടുത്ത വാർത്ത. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC-യുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് നടത്തി. കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ തുക വകയിരുത്തുക, തൊഴിലാളികളുടെ വേതനം 700 രൂപയായി ഉയർത്തുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേരള NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി K. അനിമോൻ പറഞ്ഞു. അവരെ പരിഗണിക്കാതെ, അവരെ ശ്രദ്ധിക്കാതെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അവരുടെ തൊഴിലിനങ്ങൾ കുറയ്ക്കാൻ ആവശ്യമായി മസ്റ്റോളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നു. അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആയുധ വാടക ഷാർപ്പനിങ് ചാർജ് ഇല്ലാതാക്കുന്നു. അവരുടെ പദ്ധതിയിൽ ബഡ്ജറ്റിൽ ആവശ്യമായ തുക വകയിരുത്താതെ അത് വെട്ടിക്കുറയ്ക്കുന്നു. ആ നിലയിൽ പദ്ധതിയെ വളരെ ബോധപൂർവമായി അതിൻ്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി അരിഞ്ഞ് ഈ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഗവൺമെൻറ് പരിശ്രമിക്കുകയാണ്.
യാത്രക്കാരിയുടെ ദേഹത്തേക്ക് സഹയാത്രികൻ മൂത്രമൊഴിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു. പക്ഷേ എയർ ഇന്ത്യ അതിൽ നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നതും വലിയ പരാതിയായി തന്നെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എയർ ഇന്ത്യക്കെതിരെ DGCA നടപടിയെടുത്തു എന്ന വിവരം പുറത്തു വന്നു. അതെ, 30 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് നിർണായക തീരുമാനങ്ങൾ എടുത്തത്. യാത്രക്കാരി നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ വൈകിയതിനാണ് എയർ ഇന്ത്യക്കെതിരെ DGCA പിഴ ചുമത്തിയത്. എയർ ഇന്ത്യക്ക് 30 ലക്ഷം രൂപ പിഴ ചുമത്തുകയും പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു. കൂടാതെ വിമാന സർവീസുകളുടെ ഡയറക്ടർക്ക് 3 ലക്ഷം രൂപ പിഴയും ചുമത്തി. സംഭവം പരാതിക്കാരി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായിട്ടില്ലെന്ന് എയർ ഇന്ത്യ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത്തരം വീഴ്ചകൾ പരിഹരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് എയർ ഇന്ത്യ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. നവംബർ 26-ന് ന്യൂയോർക്ക് ഡൽഹി വിമാനത്തിലാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ വ്യാപക വിമർശനമുയർന്നതിന് പിന്നാലെയാണ് DGCA ഇടപെട്ടത്. പ്രതി ശങ്കർ മിശ്രയ്ക്ക് 4 മാസത്തേക്ക് യാത്രാവിലക്ക് എയർ ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. 24 ഡൽഹി. മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനത്തിൽ ഒഴിവാക്കിയതിൽ നീരസം പ്രകടിപ്പിച്ച് മുൻ മന്ത്രി G. സുധാകരൻ രംഗത്തെത്തി എന്നതാണ്. തന്നെ ഒഴിവാക്കിയതിൽ വിഷമമില്ല, എന്നാൽ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെയും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെയും ക്ഷണിക്കണമായിരുന്നുവെന്ന് G. സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. വഴിയരികിൽ വയ്ക്കുന്ന ഫ്ലെക്സുകളിലല്ല, ജനഹൃദയങ്ങളിൽ രൂപപ്പെടുന്ന ഫ്ലെക്സുകളാണ് പ്രധാനമെന്നും G. സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. നാളെയാണ് മുഖ്യമന്ത്രി പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുക. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. വിഷ്ണു, കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഇത്തരത്തിൽ പരോക്ഷമായ ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇത് കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് KK ശൈലജയെ ഒഴിവാക്കി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം FB പോസ്റ്റിൽ കൂടുതലായി പറയുന്നത്? അതിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്? വിജയകുമാർ, 2013-ൽ KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കാണ് ഈ പദ്ധതി ആലപ്പുഴയിലേക്ക് എത്തുന്നത്. KCയെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുതിർന്ന CPIM നേതാവായ G. സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറയുന്നത് ഈ പദ്ധതിയുടെ മുൻനിരയിലുണ്ടായിരുന്ന ആളുകളാണ് താനും KK ശൈലജയും KC വേണുഗോപാലുമെല്ലാം. തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, അതായത് തന്നെ ഒഴിവാക്കിയതിൽ തനിക്ക് നീരസമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ KK ശൈലജയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെയും ഒഴിവാക്കേണ്ട ില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഭാരവാഹികൾക്ക് മുൻപിൽ വെക്കുന്നത്. ഒപ്പം ചില ഭാരവാഹികൾക്ക് ചരിത്രത്തോട് ഇത്തരത്തിൽ നിരസം പുലർത്തുന്നത് താല്പര്യമുണ്ട്, അത് അവരൊരു വിനോദമായി കാണുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ പുന്നപ്രയിലെ ഒരു സ്കൂളും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ MLA ആയിരുന്ന H. സലാമിന്റെ ഓഫീസ് G. സുധാകരന്റെ പേര് വെട്ടിയതോ വലിയ വിവാദമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അതിന് സമാനമായ ഒരു സംഭവം അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന് ആ പോസ്റ്റിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ അതൊരു വിമർശനം മാത്രമായി അദ്ദേഹം ഒതുക്കുകയാണ്. തന്നെ ഒഴിവാക്കിയതിൽ അദ്ദേഹം നീരസം കാര്യമായി അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ KC വേണുഗോപാലിനെയും അതോടൊപ്പം തന്നെ KK ശൈലജയും, അവർ രണ്ടുപേരും പദ്ധതിയുമായി ചേർന്ന ആളുകളാണ്, അവരെ ഒഴിവാക്കേണ്ടതില്ലായിരുന്നു അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ ആണ് നേതാക്കന്മാരുടെ ഫ്ലെക്സുകൾ ഉണ്ടാകേണ്ടത്, അല്ലാതെ വഴിയരികിൽ ഉണ്ടാകുന്ന ഫ്ലെക്സുകളല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും പരോക്ഷ വിമർശനവും അദ്ദേഹം അവിടെയുള്ള CPM നേതാക്കളെ തന്നെ ലക്ഷ്യം വെച്ചാണ് ഇത് ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പായും പറയാൻ സാധിക്കും. വിജയകുമാർ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സസ്പെൻഷനിലായ പോലീസുകാരൻ വധഭീഷണി മുഴക്കി എന്ന വാർത്ത. മാഫിയ ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ പോലീസുകാരൻ വധഭീഷണി മുഴക്കിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ASI ജയൻ ഫോണിലൂടെ വധഭീഷണി നടത്തിയെന്നാണ് പരാതി. കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഇത് നടപടി നേരിട്ട് കഴിയുമ്പോഴും ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു കൂസലുമില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയാണല്ലോ, അല്ലേ? വിജയകുമാർ, നാടകീയമായ സംഭവങ്ങളാണ് ഈ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ASI ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റൂറൽ SP നടപടിയെടുത്തത്. ഇവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. മണ്ണ് മാഫിയുമായി ബന്ധം പുലർത്തിയെന്നും അവർക്ക് ഒത്താശ ചെയ്തുവെന്നും പണം കൈപ്പറ്റിയെന്നുമായിരുന്നു ഈ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ കൂട്ടസ്ഥലമാറ്റവും മംഗലപുരം പോലീസ് സ്റ്റേഷൻ നടത്തിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്താലാണ് ASI ജയൻ ഫോണിലൂടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. വധഭീഷണി മുഴക്കുകയായിരുന്നു. വീട്ടിൽ കയറി വെട്ടുമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ മുഴക്കിയ ഭീഷണി. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ് നടപടിക്ക് കാരണമെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ ഈ വിരട്ട്. ഇതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി. കഴക്കൂട്ടം പോലീസ് പരാതി പരിശോധിച്ച് കോൾ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്.
എന്തായാലും സസ്പെൻഷനിലാണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ ഇതുകൂടി ആകുമ്പോൾ എന്താകും എന്നുള്ളതാണ്. അതാണ് ഈ റിപ്പോർട്ട് കൊടുത്ത സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനോട് വീട്ടിൽ കയറി വെട്ടുമെന്ന് സസ്പെൻഷനിലായ ASI ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ മണ്ണ് മാഫിയയുടെയൊക്കെ ബലം, അവരുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാൻ കഴിയും. ഒരു പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റുന്ന അസാധാരണ നടപടി എടുത്തു കഴിഞ്ഞും അവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എൻകോമിയം 2K23 എന്ന പേരിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ MA മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷകളിൽ വിജയിച്ച 200 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ മാനേജിംഗ് ഡയറക്ടർ ഓർവൽ ലേണൽ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ തലത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനം ലക്ഷ്യയ്ക്കാണെന്ന് അധികൃതർ പറഞ്ഞു. പ്രൈം ടൈം ന്യൂസ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു റിപ്പോർട്ട് കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കേണ്ടതുണ്ട്. യുവാക്കൾക്ക് ജോലി നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽമേളയുടെ ഭാഗമായി കൊച്ചിയും തൊഴിൽമേളയിലൂടെ നിയമനം ലഭിച്ച 25 പേർക്ക് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഭാഗവത് കരാട് നിയമന ഉത്തരവ് കൈമാറി. ആദായ നികുതി വകുപ്പാണ് കൊച്ചിയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത്. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുകയാണ്. അടുത്തത് ജനകീയ ജനാധിപത്യ വാർത്താധിഷ്ഠിത പരിപാടിയാണ് അല്ലേ? അതെ, പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. നമസ്കാരം. 10 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. തൊഴിൽമേളയിലൂടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ലഭിച്ച യുവാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ സംവദിച്ചു. നിയമനം ലഭിച്ചവർക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. लेकिन हमारा देश भी आगे बढ़ना चाहिए और आपको मिली हुई जिम्मेवारी को भी बहुत ही बखूबी निभाते रहिए. കേരളത്തിൽ നിന്ന് 25 പേർക്ക് മേളയിലൂടെ ജോലി ലഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഭാഗവത് കാരാട്ട് നിയമന ഉത്തരവ് കൈമാറി. Who are getting this appointment today, they are very important for our country, and this function is for the youths who are getting new job. They are quite young. ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു കൊച്ചിയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത്. 24 കൊച്ചി.